അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 വിഷുഫലത്തിനെ പറ്റിയാണ്. 2026 ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കും? പ്രധാനമായിട്ടും ഇപ്പൊ ചതയം രാശിയിലേക്കാണ് നമ്മുടെ വിഷു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അനുയോജ്യമായ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. കൂടാതെ നമുക്ക് ഇപ്പൊ അറിയാം, വ്യാഴം ഉച്ചസ്ഥായിയിൽ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടാവുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് നമ്മുടെ ഈ 2026 വിഷു എന്ന് പറയുന്നത്. പൊതുവെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി പലർക്കും നല്ലൊരു സമയം വരുന്നതാണ്. അപ്പൊ നിങ്ങൾ പറയും എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല, ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യാസമായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ നക്ഷത്രത്തിലേക്ക് പോവാം. ആദ്യ നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷു എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെ അനുയോജ്യമായ ഒരു സമയമാണ്. അപ്പൊ അതിന്റെ ഒരുപാട് സൂചനകൾ നമ്മൾ കിട്ടും. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇപ്പോ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ്. ജോലി മേഖലയിലാണെങ്കിൽ, ജോലി അവസരങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമായിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ 1-2 തവണ ആലോചിച്ചിട്ട് വേണം പല തീരുമാനങ്ങളും എടുക്കേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ വളരെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. അടുത്ത് വരാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തെക്കാരെ പറ്റിയാണ്. സാമ്പത്തിക വളർച്ച, നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവണമെങ്കിൽ അതൊക്കെ മാറി നമുക്ക് നല്ലൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്കും വരുന്നത്. പിന്നെ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറച്ച് കൂടുതൽ ധനങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാൻ, അപ്രതീക്ഷിതമായ കുറച്ച് ധനം ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരാൻ പറ്റിയ ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. പക്ഷെ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ചെറിയ വിഷമങ്ങളും ഒക്കെ വരും. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. മറ്റുള്ളവരോട് നമ്മൾ ദേഷ്യപ്പെടാതെയൊക്കെ കുറച്ച് സംസാരിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. അടുത്ത് പറയാൻ പറ്റുന്നത് കാർത്തിക നക്ഷത്രക്കാരെ പറ്റിയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ബ്ലഡ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ചില നമ്മുടെ ബന്ധങ്ങളിലൊക്കെ വേണ്ട അത്യാവശ്യം വേണ്ട കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ഒരു കാലഘട്ടമാണ് വരുന്നത്. പിന്നെ കുറച്ചധികം ചെലവുകളൊക്കെ വരും. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പ്രധാനമായിട്ടും ഒരു ജൂൺ ജൂലൈ വരെ ഉള്ള സമയമൊക്കെ കുറച്ചധികം ശ്രദ്ധിക്കുക. ഒരുപാട് അനാവശ്യ ചെലവുകൾ വരും. പക്ഷെ അതൊക്കെ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വരുന്നത്. പക്ഷെ നമ്മള് ഹെൽത്തിലൊക്കെ, നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ കുറച്ചധികം ശ്രദ്ധിക്കണം. അടുത്തും പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തെക്കാരെ പറ്റിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യം, ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടുന്ന ഒരു നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ രോഹിണി നക്ഷത്രക്കാർക്കാണ്. അപ്രതീക്ഷിതമായിട്ട് ഈ ലോട്ടറി ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുമല്ലോ, അത്തരത്തിലുള്ള ഒരു ഭാഗ്യം, അപ്രതീക്ഷിതമായി ഭാഗ്യം വന്ന് ചേരുന്ന ഒരു നക്ഷത്രക്കാരാണ് രോഹിണി എന്ന് പറയുന്നത്. രോഹിണിക്ക് മാത്രമല്ല, കുറച്ചധികം നക്ഷത്രക്കാർക്ക് ഈ ഒരു ഭാഗ്യം വരുന്നുണ്ട്. ഈ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ടിൽ വ്യാഴം എന്നൊക്കെ നമ്മൾ പറയുക, അതുപോലെ അവരുടെ ഇപ്പൊ വ്യാഴദശ നല്ല രീതിക്ക് ഉച്ചസ്ഥായില് നിൽക്കുന്നോണ്ടാണ് അവർക്ക് നല്ല ഭാഗ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോ രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഭാഗ്യം വരുന്ന ഒരു സമയമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാമിലി ഹാപ്പിനെസ് ഒക്കെ വളരെയധികം കൂടുന്ന ഒരു സമയമാണ്. പിന്നെ അവരുടെ ലൈഫ്, അതായത് അവരുടെ ബന്ധങ്ങള്, സ്നേഹബന്ധങ്ങള്, അതായത് വിവാഹ ബന്ധങ്ങളൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലവ് ലൈഫ് എന്നൊക്കെ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി പോകുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. അടുത്ത മകയിര നക്ഷത്രക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടം. ഒരുപാട് നമ്മുടെ ലൈഫിലെ മാറ്റങ്ങള്, പുതിയ തീരുമാനങ്ങള്, പുതിയ തുടക്കങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നത് ഈ വിഷുഫലം എന്ന് പറയുന്നത്. ഒരുപാട് യാത്രകൾ, ജോബ് മാറ്റാം, അങ്ങനെയൊക്കെ. പിന്നെ മെന്റലി കുറച്ച് നമുക്ക് റിലാക്സ് ആയി പോകുന്ന ഒരു കാലഘട്ടം, ഒരു വർഷക്കാലം നമുക്ക് ഈ വിഷുഫലം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വിഷുവാണ് നമുക്ക് മകയിരം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അടുത്ത തിരുവാതിര നക്ഷത്രക്കാർക്ക്, അവർക്കും അത്യാവശ്യം നല്ല സമയമാണ്. നല്ല സമയം എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം, നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. അപ്പം ആത്മവിശ്വാസം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ തിരുവാതിര നക്ഷത്രക്കാർക്ക്. കരിയറിൽ ഒരുപാട് പ്രോഗ്രസ് ഒക്കെ വരാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചില വൈകിപ്പിക്കല്, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് വൈകി ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കും. നമ്മൾ എല്ലാവരും ഉള്ളിൽ നിന്ന് കുറച്ച് പേഷ്യൻസ് ആയിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്.
എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കത്തില്ല, വേറൊന്നും കൊണ്ടല്ല, അവർക്ക് രാഹുവിന്റെ ചെറിയ ദോഷം കാണുന്നതുകൊണ്ടാണ്. കുഴപ്പമില്ല, നമുക്കതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ കുറച്ച് പേഷ്യന്റ് ആയിട്ടിരിക്കുക. അടുത്ത പുണർദ നക്ഷത്രക്കാരെ പറ്റിയാണ്. പുണർദ നക്ഷത്രക്കാർക്ക് പുതിയ തുടക്കങ്ങൾ, ഫാമിലി സപ്പോർട്ട്, നമ്മുടെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങളോ എന്തെങ്കിലും തീരുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടക്കങ്ങളോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ വിജയിക്കാൻ പറ്റിയ ഒരു സമയമാണ്. പക്ഷേ ഹെൽത്തില്, നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുക്കണം. ആരോഗ്യ കാര്യങ്ങൾ കുറച്ചധികം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ. അടുത്ത പൂയം നക്ഷത്രക്കാർക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവാം, പിന്നെ പ്രൊമോഷൻ ചാൻസ് ഉണ്ടാവും, പിന്നെ ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് ധനം വന്ന് ചേരുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു വർഷക്കാലം നമുക്ക് വളരെ നന്നായിട്ട് തന്നെ പോകും. അടുത്ത പറയാൻ പോകുന്ന ആയില്യ നക്ഷത്രക്കാരെ പറ്റിയാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ്, അതായത് നമ്മുടെ അപ്രതീക്ഷിതമായ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ്. നമ്മള് വളരെ ആത്മവിശ്വാസത്തോടെ വേണം നമ്മൾ അതിനെ വരവേൽക്കാനായിട്ടുള്ളത്. നമ്മൾ വളരെ ശാന്തമായിട്ട് ഓരോ കാര്യങ്ങളെയും നമ്മൾ നോക്കണം. വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണ്, പക്ഷെ നമ്മൾ വളരെ സമാധാനത്തോടെ ക്ഷമയോടുകൂടി നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും കാണുക, എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിക്കോട്ടെ, നല്ലൊരു വർഷം ഉണ്ടാവട്ടെ. എല്ലാവരും സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി വിഷുവിനെ വരവേൽക്കുക.